ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഓണമൊക്കെ ആയതുകൊണ്ട് ഓണത്തിന് പൂക്കോട്ട തയ്യാറാക്കുകയാണ്. വീഡിയോ എഡിറ്റ് ചെയ്യാൻ ലേറ്റായിപ്പോയതാണ് കേട്ടോ. അപ്പോൾ ഇനി ആർക്കെങ്കിലും പൂക്കോട്ട തയ്യാറാക്കണമെങ്കിൽ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. അടിപൊളിയായിട്ടുള്ള ഒരു പൂക്കോട്ട നിങ്ങൾക്കും തയ്യാറാക്കാം. അപ്പോൾ എളുപ്പമാണ്. 3 ഓലയുടെ 3 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അത് ഈള് മാറ്റിയതിന് ശേഷം 2ആയിട്ട് പിളർക്കുക. അപ്പോൾ ഇങ്ങനെ ഈള് മാറ്റിക്കഴിഞ്ഞാൽ 2 എണ്ണമായിട്ട് കിട്ടും. ഇങ്ങനെ കിട്ടിയ ഓലയുടെ പീസുകളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 4 ഓല എടുത്തിട്ടുണ്ട്, 8 പീസ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതാ 2, 3, 4 ആക്കിയിട്ട് ഒരു ലെയറാക്കി വെക്കും. 4 എണ്ണം വെർട്ടിക്കലും ഹൊറിസോണ്ടലായിട്ട് 4 ആക്കി വെക്കുകയാണ് ചെയ്യുക ഫസ്റ്റ്. അപ്പോൾ അതേപോലെ വെക്കുകയാണ്. നിങ്ങൾ ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈസി ആയിട്ട് തന്നെയുള്ളൊരു പൂക്കട്ട തയ്യാറാക്കിയെടുക്കാം. വലുതും ചെറുതുമായ പൂക്കട്ട തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു വലുതും ഒരു ചെറുതും തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ 2, 3, 4 എന്ന് പറഞ്ഞ് 2 എണ്ണം കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ 3 എണ്ണം വെച്ച് കൊടുത്തു. ഇനി ഒരു ലെയറും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ 4 എണ്ണം വെർട്ടിക്കലും 4 എണ്ണം ഹൊറിസോണ്ടലും കൊടുക്കാം. അപ്പോൾ ഇതേപോലെ അറേഞ്ച് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാം. ഇനി ഇതെങ്ങനെയാണ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. അപ്പോൾ നല്ലോണം ക്ലോസ് ആക്കിയിട്ട് വെക്കുക കേട്ടോ. അടുപ്പിച്ച് നന്നായിട്ട് അടുത്ത് വെക്കുക. കാരണം മറ്റ് ഹോള് പോലെ ഓട്ട വരും നമ്മൾ മടഞ്ഞെടുത്ത് കഴിയുമ്പം. അപ്പോൾ ഇവിടെ ഒരാളിങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ. ഒരു കൊട്ട ഉണ്ടാക്കി കൊടുത്തു. രണ്ടാമത്തെ ചെറുതുണ്ടാക്കുമ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഒന്നും കൂടെ വേണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതാ ഒരു നൂല് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ചുറ്റും ആ ഒരു റൗണ്ട്, ആ ഒരു ചതുരം, ആ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഇതേപോലെ ഇങ്ങനെ നൂലെടുക്കുക. എന്നിട്ട് നന്നായിട്ട് മുറുക്കി കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ നന്നായിട്ട് ഒരു കെട്ടി കൊടുക്കാം. ഇത് നമ്മളെ സാധാ മെഷീൻ നൂലായാലും മതി കേട്ടോ. കനം കുറഞ്ഞൊരു നൂല് മതി. അപ്പോൾ ഇങ്ങനെ കെട്ടിക്കൊടുത്തു. അതിന് ശേഷം ഉള്ളോട്ടാക്കിയിട്ട് ഇതേപോലെ മടഞ്ഞു കൊടുക്കാം. നമ്മൾ ഈ മുടിയൊക്കെ മടയുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് ഇങ്ങനെ മടഞ്ഞെടുക്കാം. ഫസ്റ്റത്തെ ലെയർ ഉള്ളോട്ടാക്കി, ഉള്ളിലത്തെ ലെയർ മുകളിലോട്ടാക്കി, അങ്ങനെ ഓരോ ലെയറും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുമ്പം നമ്മളെ കൊട്ട പെട്ടെന്ന് തന്നെ മടഞ്ഞെടുക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ട് മടഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ 2 ലെയർ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചപ്പോൾ ഇതിന് കുറച്ച് മടഞ്ഞതുപോലെ തന്നെ ആയില്ലേ. അപ്പോൾ ഇതേപോലെ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇതേപോലെ പൂക്കോട്ട മടഞ്ഞെടുക്കാം വളരെ ഈസി ആയിട്ട്. അപ്പോൾ ഇതാ 2, 3 ലെയറായിട്ട് ഇങ്ങനെ മടഞ്ഞെടുക്കാം. എന്നിട്ട് എവിടെയാണോ എത്തുന്നത് അവിടെ ഒന്ന് പിന്ന് കുത്തി വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാക്കണ്ട, ഇങ്ങോട്ട് മടയാം. എന്നിട്ട് ഈ ഫസ്റ്റത്തെ എടുത്തിട്ട് പുറത്തേക്ക് മടയാം. ഇങ്ങനെ നമ്മൾ ഈ മുടിയൊക്കെ പിരിച്ച് കെട്ടില്ല, അതേപോലെ ഈ 3 എണ്ണം കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മടങ്ങിയാണ് ചെയ്യുന്നത്. കാണാൻ നല്ല ഭംഗിയായിട്ടോ ഇങ്ങനെ മടയുന്നത് കാണാൻ. ഇതാ അപ്പം മടഞ്ഞ് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്തിയപ്പം ഒരു പിന്ന് കുത്തി വെക്കുന്നുണ്ട്. സത്യത്തിൽ ഇത് എന്തിനാണ് കുത്തി വെക്കുന്നതെന്നുള്ള ചോദിക്കാൻ മറന്നു കേട്ടോ. അപ്പോൾ അത് വിട്ടു പോകാതിരിക്കാനായിരിക്കും ആ ഒരു സൈഡിൽ അവിടെ കുത്തി വെച്ചതിന് ശേഷം ഈ സൈഡത്തത് വീണ്ടും മടഞ്ഞെടുത്ത് വരിക. അതിന് വേണ്ടി കുത്തി വെച്ചാണ് കേട്ടോ, ആയിരിക്കാം. അപ്പം നിങ്ങൾ ഇതേപോലെ ഒരു സൈഡ് മടഞ്ഞ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു പിന്നെ കുത്തി വെക്കുക. എന്നിട്ട് മറ്റേ സൈഡിലും കൂടെ ഇങ്ങനെ മടഞ്ഞെടുത്ത് കംപ്ലീറ്റ് ആക്കാം. അപ്പോൾ ഇതാ സെൻറ്ററിലത് ഉള്ളോട്ടും മുകളിലത്തത് താഴോട്ടൊക്കെ ആയിട്ട് ഇതേപോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മടഞ്ഞെടുക്കുകയാണ്. നമുക്ക് മടയുമ്പോൾ അഥവാ തെറ്റിപ്പോലെ മനസ്സിലാവും കേട്ടോ. അതിനനുസരിച്ച് ഉള്ളോട്ടും പുറത്തേക്കൊക്കെ ആക്കി എടുത്താൽ മതി. കുട്ടിയൊക്കെ നല്ല ഒരു കൗതുകമാണ് ഈ ഓണക്കാലത്ത്. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും നഷ്ടപ്പെട്ടു പോയതാണ് ഓണക്കാലം പൂക്കൊട്ടൊക്കെ ആയിട്ട് ഇറങ്ങി പൂവൊക്കെ പറിച്ച് എന്നുള്ള. അപ്പം ഞാൻ കഴിയുന്നതും മാക്സിമം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ചൂട്ടനും കൂടെ
പറ്റുന്നൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിനായിട്ടുള്ളൊരു ശ്രമമാണ് കേട്ടോ. പൂക്കൊട്ട ഈ വീഡിയോസിലൊക്കെ കാണുന്നുണ്ടല്ലോ പൂക്കൊട്ട, അങ്ങനെ ഞങ്ങൾ പൂക്കൊട്ട മടയാണ്. പൂക്കൊട്ട മടഞ്ഞ് അതിൽ പൂവൊക്കെ ഇട്ട് ആദ്യമേ അതിൽ തയ്യാറെടുക്കുന്നുണ്ട്. കിട്ടിയ അന്ന് മുതൽ പൂക്കൊട്ട ഉണ്ടാക്കി അന്ന് മുതൽ പൂവും പറിച്ച് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇന്നല്ല ഓണം, അത്തം തുടങ്ങിയിട്ടാണ് ഇങ്ങനെ. അത്തന്നൊന്നും പറഞ്ഞാൽ അറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ പൂടാൻ തുടങ്ങുന്ന ടൈമിലാണ് പൂ പറിച്ചിട്ട് കൊട്ടയിലിടേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുത്തു. പിന്നെ ഒരു ലാസ്റ്റൊക്കെ കഴിഞ്ഞ് ഒരു കയറും കൂടെ കെട്ടിയിട്ട് കഴുത്തിലിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പോൾ ഇതേപോലെ നമ്മൾ മടഞ്ഞെടുത്ത് നമ്മൾ എത്രയാണോ നമുക്കതിൻ്റെ ഒരു ലെങ്ത്ത് വേണ്ടത് അതുവരെ എത്തുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പം നമ്മളെ പൂക്കൊട്ട ഇവിടെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി വരുന്ന ഈ താഴോട്ട് കാണുന്ന അതവിടെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. പിന്നെ ഓരോ സൈഡ് മടഞ്ഞെടുത്ത് വന്നപ്പോൾ നമ്മൾ കുത്തി പിന്നൊക്കെ വേണമെങ്കിൽ ഊരിയെടുത്ത് മാറ്റാം. അപ്പോൾ ഇതേപോലെ നല്ല അടുത്തടുത്തുള്ള നല്ല ലെയർ നല്ല ഭംഗിയിൽ കിട്ടും. അപ്പോൾ അതിന് ശേഷം ഇവിടെ വീണ്ടും ഒരു നമ്മൾ നൂലുപയോഗിച്ചിട്ട് ടൈറ്റായിട്ടൊന്ന് കെട്ടി കൊടുക്കുകയാണ്. സാധാ നമ്മളെ മെഷീൻ നൂല് നേരത്തെ ഉപയോഗിച്ച് അതേ നൂല് ഉപയോഗിച്ചിട്ട് ഒന്ന് കെട്ടി കൊടുക്കുകയാണ്. അതിന് ശേഷം നമുക്ക് എക്സ്ട്രാ വരുന്ന ഈ ഓലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതേപോലെ കെട്ടിക്കൊടുത്തതിന് ശേഷം നമുക്ക് ആ പിന്ന് ഒഴിച്ച് മാറ്റാം. അതേപോലെ ബാക്കി വരുന്ന പോലെ നമുക്ക് താഴോട്ട് നമ്മൾ നൂലകത്ത് വെച്ചിട്ട് താഴോട്ട് അടുത്ത ലെയറിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് താഴോട്ട് ഇങ്ങനെ വലിച്ചെടുത്താൽ മതി. കണ്ടോ ഇതേപോലെ. അതായത് നമ്മൾ നൂല് വെച്ചതിന് ശേഷമുള്ള അതിന് താഴോട്ടായിട്ട് ലെയറുകൾ അത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ഇങ്ങനെ നൂല് വെച്ച് കെട്ടുന്നത്. ഇതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ നൂലൊക്കെ വെച്ച് കെട്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ സാധാ അങ്ങനെ മടഞ്ഞെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതേപോലെ അങ്ങോട്ട് ഓരോരോ ഭാഗത്തേക്ക് നമ്മൾ ഈ ബാക്കി വന്ന പോലെ താഴോട്ട് ഇങ്ങനെ മടഞ്ഞെടുക്കുകയാണ്. എന്നിട്ടും എക്സ്ട്രാ താഴോട്ട് കാണുന്ന ഈ ഒരു പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ ചെയ്യാറ്. അപ്പോൾ ഇതേപോലെ ബാക്കി വരുന്ന ഭാഗം നമുക്ക് കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്ത് മാറ്റാം. ഇതാ നമ്മൾ ബാക്കി വരുന്ന ഈ ഒരു ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ താഴെ എത്തുമ്പം താഴെ എന്താ ഈ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞപ്പം ബാക്കി നമുക്ക് ഇവിടെ എക്സ്ട്രാ ആയിട്ടൊന്നും വന്നില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉള്ളോട്ട് തന്നെ മടക്കിയാൽ മതി. അപ്പോൾ ഇതാ നമ്മളെ പൂക്കൊട്ട ഇവിടെ റെഡിയായി. 2 സൈഡുകളും ഹോളിൽ ഓരോരോ ചരടും കൂടെ കെട്ടിക്കൊടുത്ത് നമ്മൾ 2 പൂക്കൊട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കാം. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നുണ്ട്.